ബെഗ്രാം ഇനി അമേരിക്കയുടെ സ്വപ്നത്തിൽ മാത്രം. ട്രംപിന്റെ ആവശ്യം തള്ളി താലിബാൻ. പാകിസ്ഥാനും കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ബെഗ്രാം വ്യോമതാവളം അമേരിക്കയ്ക്ക് തിരിച്ചു നൽകണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം താലിബാൻ ഭരണകൂടം പരസ്യമായി തന്നെ തള്ളിയിരിക്കുകയാണ്. ബെഗ്രാം ഇനി ഒരിക്കലും വാഷിംഗ്ടണിന്റെ ആ ഒരു കൈകളിലേക്ക് എത്തില്ല. അത് ട്രംപിന്റെ സ്വപ്നത്തിൽ മാത്രം കണ്ടാൽ മതി എന്നതായിരുന്നു താലിബാന്റെ കടുത്ത പ്രതികരണം. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താലിബാൻ വിവര സാങ്കേതിക സാംസ്കാരിക മന്ത്രി അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ബെഗ്രാം കൈമാറുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഇനി ഒരു വിദേശ ശക്തികൾക്കും വിട്ടു നൽകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രചരണകാലം മുതൽ തന്നെ ബെഗ്രാം വ്യോമതാവളം തിരിച്ചുപിടിക്കുമെന്നും ട്രംപ് ആവർത്തിച്ച് ഉറപ്പിച്ചിവിടെ പറഞ്ഞിരിക്കുകയാണ്. ചൈനയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള ഈ താവളം അമേരിക്കയുടെ സുരക്ഷയ്ക്ക് നിർണായകമാണ് എന്നതായിരുന്നു ഇവിടെ വാദമുഖമായി തന്നെ ഉന്നയിച്ചത്. അതേസമയം അമേരിക്കയെ മാത്രമല്ല പാകിസ്ഥാനെയും താലിബാൻ പരോക്ഷമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി വേണ്ടിവരും, അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരുമെന്ന് താലിബാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ പിന്മാറ്റത്തിന് 4 വർഷങ്ങൾക്ക് ശേഷവും ബെഗ്രാം വ്യോമതാവളത്തെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു ഭൂരാഷ്ട്രീയ പോരാട്ടം വീണ്ടും ശക്തമാകുന്നതിന്റെ സൂചനയാണ് ഈ പുതിയ പ്രസ്താവന ഇവിടെ എടുത്തു പറയുന്നത്. അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിട്ടതിനു ശേഷം താലിബാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ബെഗ്രാം വ്യോമതാവളം തിരിച്ചു പിടിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും അതിനുശേഷവും പലതവണ ആവർത്തിച്ച കാര്യങ്ങളാണ്. ചൈനയുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾക്ക് തൊട്ടടുത്തായതിനാൽ തന്നെ ബെഗ്രാമിന്റെ നിയന്ത്രണമാകട്ടെ അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് എന്നതായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഇനി ഒരു വിദേശ ശക്തികൾക്കും വിട്ടു നൽകില്ല എന്നും താലിബാൻ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതോടൊപ്പം തന്നെ തങ്ങളുടെ അയൽ രാജ്യമായ പാകിസ്ഥാനും താലിബാൻ മന്ത്രി കടുത്ത മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളോ ആക്രമണമോ ഉണ്ടായാൽ രാജ്യം ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നും പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ തന്നെ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അഫ്ഗാനിസ്ഥാനെതിരെ നടത്തിയ പരാമർശങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ അഫ്ഗാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ നോക്കേണ്ട എന്ന താക്കീത് താലിബാൻ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരേ സമയം അമേരിക്കൻ പ്രസിഡന്റിനെ പരിഹസിക്കുകയും അയൽ രാജ്യമായ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത താലിബാൻ മന്ത്രിയുടെ ഈ കടുത്ത അഭിമുഖം അന്താരാഷ്ട്ര രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.